ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SDA ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 20/12/2023 അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പറയുന്നത് 31/1/2024 വൈകുന്നേരം 5 മണിയാണ്. നേരിട്ടുള്ള നിയമന രീതിയായിരിക്കും. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നിയമന രീതി. ഇനി നമുക്ക് ഓരോ പോസ്റ്റുകളും അതിൻ്റെ ക്വാളിഫിക്കേഷൻസും അതിലേക്ക് വരുന്ന ബന്ധപ്പെട്ട സഹകരണ ബാങ്കുകളും സംഘങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 11/2023 സെക്രട്ടറി എന്ന തസ്തികയിലേക്കാണ്. അപേക്ഷ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസും അതുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളും ബാങ്കുകളും ഏതെല്ലാമാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 11/2023 സെക്രട്ടറി പോസ്റ്റിലേക്കാണ്. ഇതിലേക്കുള്ള അപേക്ഷ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. ഇതിലേക്കുള്ള യോഗ്യത പറയുന്നത് HDC ആൻഡ് BM കോഴ്സ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ അക്കൗണ്ടിംഗ് മേഖലയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതെങ്കിലും പോസ്റ്റിലോ കോപ്പറേറ്റീവ് ബാങ്കിൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഇതിലേക്ക് ആവശ്യമാണ്. അതല്ല എങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായിരിക്കണം. അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അക്കൗണ്ടിംഗ് മേഖലയിൽ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ MCom വിത്ത് ഫിനാൻസ് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ ബാങ്കിങ് സെക്ടറിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ BCom കോപ്പറേഷനാണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. അവർക്കും അക്കൗണ്ടൻ്റായോ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള ഏതെങ്കിലും പോസ്റ്റിലോ കോപ്പറേറ്റീവ് ബാങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി ഇതിലേക്ക് വരുന്ന ബാങ്കുകളും സംഘങ്ങളും നോക്കാം. വൈക്കം ടൗൺ സർവീസ് സഹകരണ ബാങ്ക് കോട്ടയത്തിലേക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണുള്ളത്. 16,420 മുതൽ 42,670 രൂപ വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. എടപ്പാൾ റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറത്തേക്ക് ഒരു വേക്കൻസി ഉണ്ട്. 8,000 രൂപയാണ് സാലറി. പഴയങ്ങാടി സഹകരണ ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് കണ്ണൂരിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. 18,300 മുതൽ 46,830 വരെയാണ് സാലറി. കാറ്റഗറി നമ്പർ 12/2023 അസിസ്റ്റൻറ്റ് സെക്രട്ടറി, മാനേജർ ഓർ ചീഫ് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കാണ്. അപേക്ഷ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം. 50% കുറയാതെ മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ HDC ആൻഡ് BM അല്ലെങ്കിൽ JDC അല്ലെങ്കിൽ HDCM കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ 50% മാർക്കോട് കൂടി BCom കോർപ്പറേഷൻ പാസ്സായിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൊല്ലത്തേക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒരു മാനേജർ തസ്തികയിലേക്ക് ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കൊല്ലത്തേക്ക് ചീഫ് അക്കൗണ്ടൻ്റായിട്ട് ഒരു വേക്കൻസി വരുന്നുണ്ട്. ഇടുക്കിയിലേക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒരു വേക്കൻസി, എറണാകുളം ചീഫ് അക്കൗണ്ടൻ്റ് ഒരു വേക്കൻസി, മലപ്പുറം ചീഫ് അക്കൗണ്ടൻ്റ് ഒരു വേക്കൻസി, കണ്ണൂർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒരു വേക്കൻസി, കണ്ണൂർ ചീഫ് അക്കൗണ്ടൻ്റ് ഒരു വേക്കൻസി, കണ്ണൂരിലേക്ക് അക്കൗണ്ടൻ്റായിട്ട് ഒരു വേക്കൻസിയും വരുന്നുണ്ട്. ഏകദേശം 66,000 മുകളിലേക്ക് ഇതിലേക്ക് സാലറി ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 13/2023 ജൂനിയർ ക്ലർക്ക് ഒരു ക്യാഷ്യർ തസ്തികയിലേക്കാണ്. ഇതിലേക്ക് നേരിട്ട് അല്ലെങ്കിൽ തപാൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് HDCയോ JDCയോ ആണ് ഇതിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയായി പറയുന്നത്. കൂടാതെ പ്രത്യേകം പറയുന്നുണ്ട്, കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ സഹകരണം ഐച്ഛികമായി എടുത്ത BCom ബിരുദവും, അതായത് BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം സഹകരണ ഹയർ ഡിപ്ലോമയും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്.
അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ബികോം കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. തിരുവനന്തപുരത്തേക്ക് ജൂനിയർ ക്ലാർക്കിലേക്ക് 2 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് തന്നെ ജൂനിയർ ക്ലാർക്കിലേക്ക് 10 വേക്കൻസി ഉണ്ട്. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിലേക്ക് ജനറൽക്കാർക്ക് 9 ഭിന്നശേഷി വിഭാഗത്തിന് 1 വേക്കൻസിയുമാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ജൂനിയർ ക്ലാർക്ക് ആങ്കോട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് 1 വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ എല്ലാ ജില്ലകളിലേക്ക് വേക്കൻസികൾ വരുന്നുണ്ട്. ഏകദേശം 44,000 മുകളിൽ വരെ സാലറി ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 14/2023 സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ തസ്തികയിലേക്ക് അപേക്ഷ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MCA, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ആണ്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് പറയുന്നുണ്ട്. ഇൻസ്റ്റാളിങ്, കോൺഫിഗറിങ്, ട്രബിൾ ഷൂട്ടിംഗ് ഇൻ യൂണിക്സ്, ലിനക്സ് പറയുന്നുണ്ട്. ഇതിലേക്ക് ഏകദേശം 63,000 മുകളിൽ സാലറി ലഭിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 15/2023 സിസ്റ്റം സൂപ്പർവൈസർ അപേക്ഷ ഓൺലൈൻ വഴിയാണ്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം PGDCE ആണ് പറയുന്നത്. ഇതിലേക്ക് ഏകദേശം 54,000 മുകളിൽ സാലറി ഉണ്ടാകുന്നതാണ്. കാറ്റഗറി നമ്പർ 16/2023 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അപേക്ഷ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദമാണ് ക്വാളിഫിക്കേഷനായി പറയുന്നത്. അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഇതിലേക്ക് ഏകദേശം 42,000 മുകളിൽ 46,000 മുകളിലെല്ലാം സാലറി ലഭിക്കാവുന്നതാണ്. കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 17/2023 ടൈപ്പിസ്റ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. പരീക്ഷാ കേന്ദ്രം മലപ്പുറം, കണ്ണൂർ മാത്രമാണ് ഉണ്ടായിരിക്കുക. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് SSLC അഥവാ തത്തുല്യ യോഗ്യതയാണ്. അതോടൊപ്പം തന്നെ KGTE ഇംഗ്ലീഷ് ഓർ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ അറിഞ്ഞിരിക്കണം. സംഘത്തിൻ്റെ പേര് പറയുന്നത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്ക് മലപ്പുറത്തേക്ക് 1 വേക്കൻസിയാണുള്ളത്. 18,300 മുതൽ 46,830 വരെയാണ് സാലറി. പട്ടാൻഡൂർ സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂരിലേക്ക് 1 വേക്കൻസി ഉണ്ട്. 18,300 മുതൽ 46,830 വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന സാലറി. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ഫോമിനോടൊപ്പം തന്നെ ഒരു അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. 150 രൂപയാണ്. DD ചെല്ലാൻ എന്നീ രീതിയിലാണ് ഇതിലേക്ക് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസിന് ഇളവിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ അപേക്ഷയോടൊപ്പം മിനിമം 50 രൂപയാണ് ഫീസായി പറയുന്നത്. ഇതിലേക്ക് 18 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. ഇതിലേക്ക് ഏജ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. SC ST കാറ്റഗറിക്ക്, അതുപോലെ EWS ഡിസേബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇതിലേക്ക് ഏജ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. 1/1/2023 കണക്കാക്കിയാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘത്തിലേക്കോ ബാങ്കുകളിലേക്കോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും ബാങ്കിൻ്റെ അല്ലെങ്കിൽ സംഘത്തിലേക്കുള്ള അപേക്ഷാ ഫീസ് 150 രൂപയാണ്. ഇതിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു സംഘത്തിലേക്കോ ബാങ്കിലേക്കോ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് എങ്കിൽ 50 രൂപ അധികമായി പരീക്ഷാ ഫീസ് അടയ്ക്കണം. ഇനി അത് ഫീസ് ഇളവുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് 50 രൂപയാണ് അപേക്ഷാ ഫീസ്. എക്സ്ട്രാ 50 രൂപ നിങ്ങൾ വേറെ ഏതെങ്കിലും സംഘത്തിലേക്കോ ബാങ്കിലേക്കോ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നിനും എക്സ്ട്രാ 50 രൂപ വീതം ഫീസ് അടയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചെല്ലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്.
ഫീസ് അടയ്ക്കാൻ ആവശ്യമായ ചെല്ലാൻ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷാ ഫോറത്തോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് സ്റ്റേജ് CTS പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ പരീക്ഷാ ഫീസായി സ്വീകരിക്കുകയുള്ളൂ. അക്കൗണ്ടിൽ പണം അടച്ചതിൻ്റെ ചെല്ലാൻ രസീത് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം അയക്കാൻ പ്രത്യേകം അപേക്ഷയും അനുബന്ധ കാര്യങ്ങളും ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള മാതൃകയിൽ തന്നെ 31/1/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ലഭിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറവും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മറ്റൊരു അറിയിപ്പ് കൂടാതെ തന്നെ അപേക്ഷ നിരസിക്കുന്നതാണ് എന്ന് പ്രത്യേകം നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ നിരസിക്കപ്പെടുന്ന ഫീസ് തിരികെ നൽകുന്നതല്ല എന്നും കൂടി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, വിമുക്ത ഭടൻ, ഭിന്നശേഷിക്കാർ, വിധവ, പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ അതായത് EWS എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ശരിപ്പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ അയക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷകർ സമർപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷകൾ പ്രത്യേകം കവറുകളിലാക്കി നേരിട്ടോ തപാൽ മുഖേനയോ സെക്രട്ടറി, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, ജവഹർ സഹകരണ ഭവൻ, 9th ഫ്ലോർ, DPI ജംഗ്ഷൻ, തൈക്കാട് PO, ജഗതി, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ 31/1/2024 മുൻപായി അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം ഓർത്തിരിക്കുക, ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ തസ്തികയിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് 150 രൂപയാണ്. നിങ്ങൾ എക്സ്ട്രാ ഒരു സംഘത്തിലേക്കോ ബാങ്കിലേക്കോ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 50 രൂപ വരും. ഫീസ് ഇളവുള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ 50 രൂപയാണ്. അവർക്ക് എക്സ്ട്രാ 50 രൂപ എക്സ്ട്രാ അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടും വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.